ഈ കഴിഞ്ഞ ഡിസംബർ 9 ബാംഗ്ലൂർ വെച്ചിട്ട് ടെക്കി അതുൽ സുഭാഷ് എന്ന പേരുള്ള ടെക്കി ആത്മഹത്യ ചെയ്തു. ഞാൻ മോസ്റ്റ്ലി എൻ്റെ വീഡിയോസിൽ നിങ്ങൾ സംസാരിച്ച് കേട്ട് കാണും, നമ്മൾ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളത്. ഞാനത് ഈ ഒരു കോണ്ടന്റിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കാൻ പോവാണ്. ഞാനും സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് സ്ത്രീ വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വുമൺ എംപവർമെൻറ്റും കാര്യങ്ങളായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആണുങ്ങൾക്ക് ഒരു സീൻ വരുമ്പോൾ ഒരു ആണിനെ പോട്ടെ, ഒരു പെണ്ണിനെ, ഒരു മനുഷ്യനെയും കാണില്ല സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എടുത്തു പറയുന്നു. കേരളത്തിൽ എസ്പെഷ്യലി 10ൽ ഒരു 3 ആളുകൾക്കെങ്കിലും കണക്റ്റ് ആവും, അതും കല്യാണം കഴിച്ച ആളുകൾക്ക്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം, ഈ വ്യക്തിക്കെതിരെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സിന് കൊടുത്ത വൈഫിൻ്റെ ഫാമിലി ഫാബ്രിക്കേറ്റ് ചെയ്ത കുറേ കേസുകളാണ്, ഫേക്ക് അലിഗേഷൻസ്. ഈ വ്യക്തിയുടെ ലൈഫ് തന്നെ, അതായത് ഈ വ്യക്തിയുടെ മാത്രമല്ല, വ്യക്തിയുടെ ഫാമിലിയുടെ ലൈഫ് വരെ ഇല്ലാതാക്കി കളഞ്ഞു. ഒരാണിൻ്റെ ജീവിതം എങ്ങനെ ഇന്ത്യൻ നിയമങ്ങൾ കാരണം എരിഞ്ഞില്ലാതാവുന്നു? ആരും ഓഡിറ്റ് ചെയ്യുന്നില്ലല്ലോ. ഒരാണിൻ്റെ ജീവിതം ആരെങ്കിലും ഓഡിറ്റ് ചെയ്യുന്നു? അമ്മയുടെ കഥ പറയും, പെങ്ങളെ കഥ പറയും, ഭാര്യയുടെ കഥ പറയും, ഇതൊക്കെ പറയും. ഒരു അച്ഛൻ്റെ കഥ പറയാനോ, ഒരു അനിയൻ്റെ കഥ പറയാനോ, ഒരു ഏട്ടൻ്റെ കഥ പറയാനോ, ഒരു ഭർത്താവിൻ്റെ കഥ പറയാനോ ഇല്ല, ആരും കാണൂല. അതൊന്നും ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാരില്ല. അത് അധ്വാനമല്ല എന്നുള്ള രീതിയിലാണ്. ഇതൊക്കെ എന്താ പറയുക, ഇത് പറയേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആണുങ്ങളെ കുറിച്ച് പറയാൻ ആളില്ലാത്തൊരവസ്ഥ. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലുള്ള ഒരു വീഡിയോ ആണ് ഇദ്ദേഹം പോസ്റ്റ് ചെയ്തത്. സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് 3 ഘട്ടങ്ങളായി 3 ദിവസം ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു. 9 കേസുള്ള ഞാൻ എൻ്റെ ലൈഫ് അവസാനിപ്പിക്കാൻ കാരണം എൻ്റെ ഭാര്യ കൊടുത്ത ഫേക്ക് കേസുകളാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളാണ്, എല്ലാം പറയുന്നുണ്ട് ഇദ്ദേഹം. ഒന്നുമല്ല, ഭാര്യയും ഭർത്താവുള്ള സെക്സിനിടയിൽ ഭർത്താവിൽ നിന്ന് ഉപദ്രവം ഏൽക്കുന്ന ഭാര്യയുടെ പക്ഷവും ഭാര്യ പറയുന്നതും കേട്ടിട്ടുണ്ട് ഇല്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ പല കേസുകൾ വരുമ്പോഴും ഭാര്യമാരിൽ നിന്ന് ഹസ്ബൻഡ്, ഒരാണ് എന്ന് പറഞ്ഞ വ്യക്തി അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അനുഭവിക്കുന്നവരില്ലേ? അങ്ങനെ ജീവൻ പോയ ഒരാൾ കൂടിയാണിത്. മനസ്സിലായോ? ഇൻട്രസ്റ്റ്, ചില കാര്യങ്ങൾ ചെയ്യാൻ ചില ഇൻഡിവിജ്വൽസിന് ഇൻട്രസ്റ്റ് കാണില്ല. പക്ഷെ അത് പറയാൻ പറ്റില്ല. ആണായതുകൊണ്ട് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥ. സൊസൈറ്റീൻ്റെ വിചാരം എന്താ? ആണാണ്, ഒരു വിഷയമല്ല. സെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് നീപ്പിച്ച് നിർത്തി പോകുന്നുള്ളത്. എല്ലാവരും അങ്ങനെയല്ല. മനസ്സിലായില്ലേ? സൊസൈറ്റിയിൽ ഇങ്ങനത്തെ കുറേ സ്യൂഡോ സാധനങ്ങൾ തലയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ആണായി ജനിച്ചുകൊണ്ട് തലയിൽ വെക്കേണ്ട കുറേ ബേർഡൻ ഉണ്ട്, കുറേ ബാഗേജുകളുണ്ട്. അതാണ് ഇവിടെ ഈ വ്യക്തി, ഈ ഒരു IT ടെക്കി അതുൽ സുഭാഷ് 34ാമത്തെ വയസ്സിൽ ലോകത്തിന് വിട്ടു പോകുമ്പോൾ 1.5 മണിക്കൂർ പറഞ്ഞു വെച്ച് പോകുന്ന കാര്യങ്ങൾ. 2019 ഇയാളുടെ മാരേജ് കഴിഞ്ഞത്. നികിത സിംഗാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയാണ് കല്യാണം കഴിച്ചത്. UP ബേസ്ഡ് കപ്പിളാണ്. 2020 ഇവർക്ക് ബാംഗ്ലൂർ നല്ലൊരു കിടിലം കമ്പനിയിൽ ഈ വ്യക്തി ത്രൂ ജോലി കിട്ടി. അതിനുശേഷം 2021 കുട്ടിയായതിനു ശേഷം ഡിവോഴ്സിന് കൊടുക്കുകയാണ്. ഡിവോഴ്സിന് കൊടുത്തിട്ട് 9 ഫേക്ക് കേസസ് ഇയാൾക്കെതിരെ കൊടുത്തു. അതിൽ തന്നെ ഫേക്കായിട്ടുള്ള റേപ്പ് കേസ്. ഓക്കെ, ഭാര്യ ഭർത്താവിനെതിരെ കോടതി കൊടുക്കുന്ന സമയത്ത് ഇത് പലതും ഇവിടുത്തെ പല ഈ അഡ്വക്കേറ്റ്സിൻ്റെ കുബുദ്ധി പരിപാടികളാണ്. ഓക്കെ, വ്യാജ പീഡന പരാതി, അത് കഴിഞ്ഞിട്ട് ഫേക്ക് മേർഡർ കേസ്. അമ്മായിയച്ഛനെ കൊന്നതാണ്. ഈ വ്യക്തിയുടെ സ്വഭാവം കാരണം ഈ ലേഡിയുടെ അച്ഛൻ മരിച്ചു. ലേഡിയുടെ അച്ഛൻ മരിക്കാനുള്ള കാരണം ഈ ഭർത്താവായിട്ടുള്ള വ്യക്തിയാന്ന് പറഞ്ഞിട്ട് അതിന് കേസ്. ഇതിനും പുറമെ അതായത് എല്ലാത്തിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താ, നോർമലി എല്ലാ ഡിവോഴ്സ് കേസുകളിലും അൺനാച്ചുറൽ സെക്സിനെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശം എന്താണെങ്കിലും കാണും. അത് ഇവിടെയും കാണാനിടയായി. ഓക്കെ, അൺനാച്ചുറൽ ഫിസിക്കൽ അബ്യൂസ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിമണി. മോനെ, ഒരാണ് ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സമ്പാദ്യം ഫുള്ള് കംപ്ലീറ്റ്ലി ആ വീട്ടിലേക്ക്, ഭാര്യ, കുട്ടി, അച്ഛൻ, അമ്മ, എല്ലാം അവൻ്റെ ലൈഫിൽ, അത് പ്രത്യേകിച്ച് ഒരു പ്രവാസിയൊക്കെ ആണെങ്കിൽ നോക്കുക വേണ്ട, എൻറ്റയർ ലൈഫ് അവിടെയാണ്. അവർ വേറെ ഒന്നും ചിന്തിക്കാറില്ല. ഒരു IT കമ്പനിയിലുള്ള ആളാണെങ്കിൽ, നല്ല സാലറീഡ് ആണെങ്കിൽ പോലും അയാളുടെ ലൈഫ് റൺ ചെയ്യുന്നത്, അയാളുടെ ലൈഫ് റൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അയാളുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടല്ലേ ഓടുന്നത്. ചില സ്ത്രീകൾ ഇങ്ങനെയാണ്, ഡിവോഴ്സ് അങ്ങോട്ട് ചെയ്യാൻ നിൽക്കുകയാണ് ആലിമണിക്ക് കൊടുക്കാൻ. മനസ്സിലായോ?
അതും ചെറിയ സംഖ്യയല്ല, കോടിക്കണക്കിന് രൂപയാണ് ചോദിക്കുക. ഇവിടെ ഈ വ്യക്തിൻ്റെ കേസിൽ 80,000 രൂപ എങ്ങാണ്ട് സാലറി ഉള്ള ഒരു മനുഷ്യൻ 40,000 രൂപ കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാനും നോക്കാനും മാസം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കേണ്ട ഒരു അവസ്ഥ. 3 കോടി വരെ ആര് ചോദിക്കുന്നു? ഭാര്യ ചോദിക്കുന്ന ഒരവസ്ഥ. ഇതിനൊക്കെ പുറമെ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ കേൾക്കേണ്ട പുച്ഛവും പരിഹാസവും. കോടതിയിൽ നിന്ന് ഭാര്യ ജഡ്ജിന്റെ മുന്നിൽ നിന്ന് പറയുക, ഭാര്യയുടെ വീട്ടുകാർ ജഡ്ജിന്റെ മുന്നിൽ നിന്ന് പറയുക പോയി ചത്തൂടെ എന്നുള്ള ചോദ്യം. തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ നിയമം. എന്ത് പറയാനാണ് ഇയാൾ? ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ പല ഡിവോഴ്സ് കേസുകളിലും ഇങ്ങനെയുള്ള ഫേക്ക് ആരോപണങ്ങൾ. പിന്നെ ജഡ്ജിമാർ ചോദിക്കുന്ന പൈസ 5 ലക്ഷം രൂപ ആണ് ഇവിടെ ജഡ്ജ് ചോദിച്ചതായിട്ട് പറയുന്നത്. 5 ലക്ഷം രൂപ. 3 കോടി ഈ പറഞ്ഞ വൈഫ് ആലിമണി ആയിട്ട് ചോദിക്കുന്നു. അതിനു പുറമെ 40,000 രൂപ മാസം കുട്ടിക്ക് കൊടുക്കാൻ പറയുന്നു സെറ്റിൽമെന്റ് ആയിട്ട്. എടീ, ഭാര്യയുടെ അനിയന് വരെ ജോലി ഇയാൾ മേടിച്ചു കൊടുത്തു, ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇയാൾ എഴുതി വെച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ്. എല്ലാം ഡോക്യുമെന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 9 കേസുകൾ വന്നതും ഇയാൾ അനുഭവിച്ചതുമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബെഡ്റൂമിൽ ഇയാൾ അനുഭവിക്കേണ്ടി വന്ന സിറ്റുവേഷൻ അടക്കം, ഒരു വീട്ടിനകത്ത് ഇയാളെ കൊണ്ടുള്ള പണി എടുപ്പിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ പുറത്തു പറയാൻ പറ്റില്ല ഇയാൾക്ക്. അപ്പൊ പറയും ആണല്ലേ, ഓനാണ് കൊടുത്താൽ പോരെ, പറഞ്ഞാൽ പോരെ. ഇവിടുത്തെ നിയമം വെച്ചിട്ട് എന്താ? അനുഭവിച്ച് ഉരുക്കുക എന്നല്ലാതെ തിരിച്ചെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പോയി കേസ് കൊടുത്ത ഉള്ളിലായില്ലേ, പണിയും പോയി, വീട്ടുകാരും പെട്ടു. ഇവിടെ ഒരു ആണ് പെടുമ്പോൾ ആണ് മാത്രമല്ല, ആളുടെ വീട്ടുകാരും പെട്ടു പോവാണേ. പിന്നെ അമ്മായിയമ്മയായിട്ടുള്ള പ്രശ്നം, വീട്ടുകാരായിട്ടുള്ള കുഴപ്പം. ഈ വ്യക്തിയുടെ വീഡിയോ കണ്ടതും ഈ വ്യക്തി എഴുതി വെച്ചത് വായിച്ചതും, ഈ വ്യക്തി എഴുതി വെച്ചത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ മകന് വേണ്ടി ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഈ നിയമങ്ങൾ മാറുന്നൊരു കാലത്തേക്ക് നീ ജനിച്ച് ജീവിച്ച് വരണം. ഒരു അച്ഛൻ എഴുതി വെച്ചിട്ട് പോയതാ. കാരണം അച്ഛൻ മരിക്കാൻ കാരണം ഇവിടുത്തെ ഈ അവസ്ഥയാണെന്ന്. ഇയാളെ ഫാമിലിക്ക് ഇയാൾ എഴുതിയൊരു നോട്ടുണ്ട്. ഇയാളുടെ ചിതാഭസ്മം ഇയാള് മരണത്തിന് ഇയാൾക്ക് എന്ത് കോടതിയിൽ നിന്നൊരു വിലപ്പെട്ട ഒരു നീതി ലഭിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സീവേജിൽ കൊണ്ടുപോയിട്ട് ഇയാളെ ചാര ഒഴുക്കി കളയാനാണ് ഇയാൾ എഴുതി വെച്ചത്. അഥവാ നീതി ലഭിച്ചാൽ ഗംഗയെ കൊണ്ടുപോയി ഒഴുക്കാൻ, അങ്ങനെ ഒരു പുണ്യം കിട്ടും. അവിടെ ഈ നാട്ടില് ഇങ്ങനെ ഒരാള് വേണ്ടി വന്നു. ഇപ്പൊ പല മീഡിയകളും, ഇപ്പൊ ഞാൻ അടക്കം ഇപ്പൊ ഒരു കണ്ടന്റിനകത്ത് വന്നിരുന്നിട്ട് സത്യം പറഞ്ഞ വർത്താനം പറയാൻ ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെയാ തോന്നുന്നത്. പലരും ഇപ്പൊ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് പറയും ഞാനിവിടെ സ്ത്രീകളെ കുറ്റം പറയുന്നില്ല. മനസ്സിലായോ? ഒരു സ്ത്രീകളോ ഒരു അമ്മേനെയോ പെങ്ങളോ, എനിക്കുണ്ട് അമ്മയും പെങ്ങളും ഭാര്യയും മുത്തശ്ശിയും ഗേൾ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് പേരുണ്ട്. ഞാൻ ആരും അവരൊന്നും കുറ്റം പറയില്ല. പക്ഷേ ആണുങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു ഓഡിറ്റ് ആരും എടുത്ത് നോക്കുന്നില്ല, അതെടുത്ത് വെക്കുന്നില്ല, ആരും കൺസിഡർ ചെയ്യുന്നില്ല. എന്തൊരാണ് തന്നെ വേറൊരാളെ കൺസിഡർ ചെയ്യുന്നില്ല. ഒരാൾ എന്തെങ്കിലും അസുഖത്തിലൂടെ ഒരു മോശമായ സിറ്റുവേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ചില ആളുകൾ, ഒരാണിനോട് ചോദിക്കുക, എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് കളിയാക്കുകയാണ്. അപ്പൊ ആ കളിയാക്കലിൽ ട്രിഗർ ആവുക. അപ്പുറത്ത് നോക്കുമ്പോൾ അവൻ്റെ സിറ്റുവേഷൻ അത്രയും മോശമായിട്ടാവുക. ആ ചങ്ങാതി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ഇവിടുന്ന് കൊടുക്കുന്നത് എന്താ? ഈ ഒരു ആണല്ലേ, ഇജൻ ചെയ്തുകൂടെ? ഈ ആണല്ലേ എന്നുള്ള സാധനം കാരണം ഒന്നും പറയാൻ പറ്റാതെ ഉരുക്കി തീരുന്ന കുറെ ആണുങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ തീർന്നൊരു ജീവിതമാണ്. പിന്നെ നിയമം, ആണിന് എന്ത് നിയമം ഇന്ത്യയിൽ? അത് ഹുദാഹവ, അത് നോക്കിയിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ടെക്കിയുടെ ഒരു മണിക്കൂറിൽ കൂടുതലുള്ള ഒരു വീഡിയോ, ഇയാൾ എഴുതി വെച്ച കുറെ പോയിന്റുകളും ഇതൊക്കെ വേണ്ടി വന്നു നാഷണൽ മീഡിയയ്ക്ക് അടക്കം. ഇവിടെ ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് ഇതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ. കാരണം ഇക്വാലിറ്റി, ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ കണ്ടു, ഇക്വാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിവിജ്വൽസിന് വരേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, എംപവർമെന്റ് വേണം. എംപവർമെന്റിനേക്കാൾ കൂടുതൽ ഇനി വേണ്ടത് എന്താ പറയുക, ഒരു ഈക്വൽ ലോ, ഈക്വൽ നിയമം. ഇവിടെ എല്ലാവരും ഈക്വൽ വേജ് അത് ഇത് പറയുമ്പോൾ ഈക്വൽ നിയമം വരണം. ഇവിടെ ഫേക്ക് ആയിട്ടുള്ള എത്ര കേസുകളിൽ ഈ ആത്മഹത്യാ റേറ്റിൽ ഏറ്റവും കൂടുതലുള്ള ആണുങ്ങളാ. അതിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ ആവുന്നതും ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ചയാവുന്നതും എന്താ? ആണ് തേച്ചു, ഒഴിവാക്കി. പുറത്തു വന്ന ഒരാൾ പറയുന്ന ഒരു വിക്ടിം വരുമ്പോൾ, ഒരു സ്ത്രീ വിക്ടിം, ഒരു പുരുഷ വിക്ടിമിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യൂ സൊസൈറ്റി. ഒരു പുരുഷ വിക്ടിം മരിച്ചു കഴിഞ്ഞ് ഇതേപോലെ ഇപ്പൊ അടുത്ത എത്ര കേസുകൾ, ഒരു മലയാളി തന്നെ ഇപ്പൊ അടുത്ത് വീഡിയോ ഇട്ടിട്ട് പോയി ആത്മഹത്യ ചെയ്തു. ഒരു പുരുഷ വിക്ടിം മരിച്ചു കഴിഞ്ഞാൽ അയാൾ വിക്ടിം എന്നെങ്കിലും പറയുന്നത് അയാൾ. ഇതൊക്കെയാണ് ഇവിടെ കഥ. ഇവിടെ ആരെങ്കിലും ജീവിക്കണ്ടേ? കണ്ടിട്ട് തന്നെ
പൊട്ടിപ്പൊളിയുന്നു, സഹിക്കാൻ പറ്റുന്നില്ല അയാളുടെ വീഡിയോ കണ്ടിട്ട്. 1 മണിക്കൂർ എങ്ങനെയോ കണ്ടു തീർത്തതാണ്. ഇനിയും പറയുകയാണെങ്കിൽ ഒരു ലോഡ് പറയേണ്ട ആള് പറഞ്ഞു വെച്ച് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ മനുഷ്യൻ. സഹിച്ച് സഹനത്തിന്റെ അവസാനം ജീവിതം കൊണ്ടുപോയി അവസാനിക്കുമ്പോൾ അയാൾ ആലോചിച്ചത് എന്നെപ്പോലെ ഇനിയും 1000കണക്കിന് ആളുകൾ ഇന്ത്യയിൽ ജീവിക്കേണ്ട ഈ നാട്ടിൽ നിന്നാണ്. അതുകൊണ്ടാണ് അയാൾ വീഡിയോ ഒക്കെ അത് ഹിന്ദിയിൽ അയാൾ പറയുന്നുണ്ട്, എടുത്തു പറയും ഹിന്ദിയിൽ വീഡിയോ കാണാൻ കാരണം ഒരുപാട് ആൾക്കാർ ഇതിന്റെ സിറ്റുവേഷനിൽ ഉണ്ടാവും. എന്നും മാറുമാവോ ഈ സൊസൈറ്റി? ആണുങ്ങൾക്കും ചോദിക്കാനും പറയാനും എന്തിനും വേണടേ, ആരെങ്കിലും വേണം.